പക്ഷെ നമ്മളിതൊരു കുട്ടി ഷോപ്പിങ്ങിന് ലുലുവിൽ ഹൈപ്പർ മാർക്കറ്റിൽ വന്നതാണ്. ഇവിടെ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് എടുത്ത് തുള്ളി പോയതാണ്. ഇവരതുകൊണ്ട് അവിടെ നിന്ന് വരെ വന്നതാണ്. പക്ഷെ അത്ര വലിയ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള ഓഫേഴ്സൊന്നും ഇല്ല. എങ്കിൽ പോലും തിരക്കുണ്ട്. അപ്പം നമ്മൾ ഓരോ സാധനങ്ങൾ വേണ്ടതൊക്കെ സെലക്ട് ചെയ്ത് തുടങ്ങി. അപ്പം ഞാനില്ലേ കറൻ്റ്ലി സ്വിച്ച് ചെയ്യാൻ വേണ്ടി കുറച്ചധികം നാളായിട്ട് ഞാൻ ആ ബ്രാൻഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജസ്റ്റ് ഞാൻ അതൊന്ന് അവിടെ നിന്ന് മേടിച്ചു. പിന്നെ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 to 7 months ആയിട്ട് സോപ്പൊന്നും യൂസ് ആക്കലില്ല. ഞാനപ്പം എന്താ പറയുക ബോഡി വാഷിലോട്ട് സ്വിച്ച് ചെയ്തേക്കാണ്. എങ്ങനെയാണെന്നുള്ള ഫ്ലേവേഴ്സ് നോക്കിയിട്ടായിരിക്കും ഞാൻ ബോഡി വാഷ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഇവിടെ എന്താ പറയുക തൈലം കിട്ടി. തൈലമെല്ലാം മറ്റേ അരിഷ്ടമില്ലേ, പണ്ട് ഞാൻ ഒത്തിരി കുടിക്കുമായിരുന്നു. എനിക്ക് ഗ്യാസ് കയറിയ ഞാൻ അപ്പോൾ പോയൊരു അരിഷ്ടം കുടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ ഓരോന്നത് വെച്ച് എനിക്കിങ്ങോട്ടും അവർക്ക് അങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ ഇവിടെ നോൺ സ്റ്റിക്ക് ഈ പാനിനൊക്കെ അവിടെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കണ്ടപ്പോഴേക്കും അവർ കുറേ നാളായി അമ്മ ഇങ്ങനെ പറയുന്നു പാനൊന്ന് ചേഞ്ച് ചെയ്യണം, നമുക്ക് നല്ലൊരു ദോശയുടെ ഇത് മേടിക്കണം എന്നൊക്കെ. കാരണം ചെറുതിന് ദോശ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവൾക്ക് വലിയ ദോശ വേണം. പിന്നെ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവളുണ്ടല്ലോ കറൻ്റ് അങ്ങോട്ട് പെട്ടെന്നൊന്ന് ഓടിപ്പോന്ന് കണ്ടപ്പോഴേക്കും ഞാൻ പോയിട്ട് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ആ സാധനങ്ങളൊക്കെ നമ്മൾ റീസെൻ്റ്ലി കുറേ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ട്യൂണയുടെ പല വെറൈറ്റീസ് ഉണ്ട്. പിന്നെ എന്താ പറയുക നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളായിട്ട് നോക്കി നടക്കുകയാണ്. അപ്പോൾ ഓഫേഴ്സ് ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും വലുതായിട്ടുള്ള ഓഫറില്ല. 1-2 രൂപയ്ക്ക് അതായത് അവിടുത്തെ വെച്ചും ഇവിടുത്തെ വെച്ചും കുറച്ച് ഓഫേഴ്സ് ഉള്ളൂ. പിന്നെ ഇവിടെ വരുമ്പം ഇവൾക്ക് എവിടെ പോയാലും ലോലിപോപ്പ് എടുക്കണം. പിന്നെ എന്താ പറയുക ഞങ്ങൾ ചായപ്പൊടി എടുത്തു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിട്ട് 2 മിൽക്ക് ഷേക്ക് എടുത്തോണ്ട് വന്നപ്പോഴേക്കും അവൾക്ക് സ്ട്രോബെറി വേണ്ട പറഞ്ഞു. അവൾ പോയിട്ട് ചോക്ലേറ്റ് ആക്കി. അപ്പോൾ ഞാൻ എൻ്റെ ചോക്ലേറ്റും കൂടെ കൊടുത്തു. പിന്നെ അവളതാ ഈ ഒരു സ്ക്രഞ്ച് മഞ്ചിൻ്റെ ഈ ഒരു സാധനമില്ലേ ഇതൊരെണ്ണം എടുത്തു. പിന്നെ ഇതെന്ത് ബിസ്ക്കറ്റാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അമ്മ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് എടുത്തതാണ്. പിന്നെ ഈ ഒരു ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇതുണ്ടല്ലോ ഞാനിവിടെ നിൽക്കുമ്പോൾ ഇവർക്ക് ഏറ്റവും ആവശ്യമുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞില്ല ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും കൂടെ നിൽക്കുന്നതെന്ന്. അവർ അത്യാവശ്യം ഏജ്ഡ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബിസ്ക്കറ്റ്സൊക്കെ അവർക്ക് അടിപൊളിയായിരിക്കും കഴിക്കാൻ. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കുറച്ച് കുത്തി നിറച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി എൻ്റെ ഹെൽത്തിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്തു. നമ്മൾ ഈ നാരങ്ങാച്ചാർ മേടിക്കാൻ വേണ്ടി അവിടെ നിന്ന ആവശ്യം ആൾ നമ്മുടെ അടുത്തോട്ട് വരാണ്ടായപ്പോൾ നമ്മൾ എന്താ പറയുക വേറെ അച്ചാറെടുത്ത് പിന്നെ അതൊക്കെ ബില്ല് ചെയ്ത് നമ്മൾ വീട്ടിൽ പോയി.